എല്ലാവർക്കും റൂട്ടസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരില കണ്ടിട്ട് ഇതിൽ എന്തൊക്കെയാണ് കുറവുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ പോഷകങ്ങളാണ് കുറവെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? അത്യാവശ്യം തോട്ടങ്ങളിലൊക്കെ നല്ലപോലെ വേരായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല മഴ കിട്ടി, ആ ചൂടുള്ള ക്ലൈമറ്റൊക്കെ ഒന്ന് കുറച്ചൊക്കെ കുറഞ്ഞ് പുതിയ വേരുകൾ നല്ലപോലെ ഇനിഷ്യേറ്റ് ആവുന്നുണ്ട്. എങ്കിലും കാപിടുത്തം കുറച്ച് മടുപ്പാണ്. മിക്കവാറും തോട്ടങ്ങളിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നല്ലപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ വേരുകൾ വളങ്ങൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ മണ്ണിൽ പോഷകങ്ങളുടെ അളവ് തീരെ കുറവായിരിക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വളരെ ഡെഫിഷ്യൻ്റ് ആയിട്ട് കാണുന്നതെന്നും എന്തൊക്കെയാണ് നമുക്ക് അതിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ റെമഡീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തുടർച്ചയായിട്ട് കാണാൻ പോകുന്നത്. അതിലേറ്റവും ആദ്യത്തെ പ്രശ്നമാണ്, നമ്മൾ തോട്ടങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഇലകളുടെ സൈഡിൽ മഞ്ഞ നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് രണ്ട് സൈഡും ഒരു മഞ്ഞ നിറത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ചെറിയ കരിച്ചിൽ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പൊട്ടാഷ് ഡെഫിഷ്യൻസിയാണ്. അതായത് നമ്മുടെ ചെടികൾക്ക് വേണ്ട രീതിയിൽ വേണ്ട അളവിൽ പൊട്ടാഷ് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് പൊട്ടാഷ്യം ഡെഫിഷ്യൻസി ചെടികളിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം, പൊട്ടാഷ് ഡെഫിഷ്യൻ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കായകളുടെ ബോൾട്ട് തീരെ കുറയുകയും ചെയ്യും. കായയുടെ അരിയെണ്ണം കുറയാൻ നല്ലപോലെ തന്നെ സാധ്യതയുണ്ട്. മാത്രമല്ല, സെറ്റിങ്സ് തന്നെ പ്രോപ്പറായിട്ട് വരാത്ത രീതിയിലേക്ക്, മാത്രമല്ല ശരങ്ങൾക്കുള്ളൊരു കരുത്ത്, ഇതെല്ലാം കുറവാനുള്ള കാരണം എന്ന് പറയുന്നത് പൊട്ടാഷ് കുറയുമ്പോഴത്തേക്കാണ്. മാത്രമല്ല, പൊട്ടാഷിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ് നമ്മുടെ ചൂട് സമയത്ത്, അതായത് വരൾച്ച സമയത്ത് നമ്മുടെ ചെടികളുടെ ആരോഗ്യനില മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതായത് ഡ്രോട്ട് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും. ചൂട് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയിൽ നിന്നും ട്രാൻസ്പിറേഷൻ ലോസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അതുവഴി വെള്ളം നല്ലപോലെ തന്നെ ചെടികളിൽ നിന്നും വലിഞ്ഞു പോകും. അപ്പം ചെടികളുടെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾക്ക് നല്ലപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടും. അപ്പം ട്രാൻസ്പിറേഷൻ ലോസ് വഴി വെള്ളം അധികം ചെടികളിൽ നിന്നും പോകാതിരിക്കാനായിട്ട്, ആ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. നമ്മൾ ചൂട് സമയത്തൊക്കെ പൊട്ടാഷ്യം സിലിക്കേറ്റ് എന്നുള്ള കണ്ടൻറ്റൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറകിലത്തെ ഒരു സയൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് പൊട്ടാഷിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടും കൂടെയാണ് നമ്മൾ മെയിനായിട്ട് പൊട്ടാഷ്യം സിലിക്കേറ്റ് പോലുള്ള കണ്ടൻസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്, പൊട്ടാഷ് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും അധികമായിട്ട് തന്നെ വേണ്ടത്. അതായത് ചെടികൾ ഒരു റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് തരുന്ന സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പൊട്ടാഷ് എന്ന് പറയുന്നത്. അപ്പം പൊട്ടാഷ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള തോട്ടങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പൊട്ടാഷിൻ്റെ അളവ് നല്ലപോലെ തന്നെ കൊടുക്കുക. അതായത് നമ്മൾ NPK വളങ്ങൾ ഡ്രിഞ്ചിങ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. പൊട്ടാഷ് കൂടിയ വളങ്ങൾ നമുക്ക് ഡ്രിഞ്ചിങ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊട്ടാഷിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസിനെ നമുക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രിഞ്ചിങ് രൂപത്തിൽ നമ്മൾ രണ്ട് കണ്ടൻസ് നമുക്ക് മെയിനായിട്ട് കൊടുക്കാൻ സാധിക്കും. ഒന്നാമത്തേതാണ് പൊട്ടാഷ്യം ഷോണേറ്റ്, രണ്ടാമത്തേത് നമ്മുടെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. അപ്പോൾ പൊട്ടാഷ്യം ഷോണേറ്റ് നമ്മുടെ മാർക്കറ്റിൽ പല ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. അതിൽ ക്വാളിറ്റി ഉള്ളതാണ് പാഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്തിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയൊരു സാധനമാണ് പാഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി അതിനകത്ത് ലൈറ്റ് ആയിട്ടുള്ള സൾഫറിൻ്റെ കണ്ടൻറ്റും മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റും ഉണ്ട്. അപ്പം പൊട്ടാഷ്യം ഷോണേറ്റ് പാഷൻ കൊടുക്കേണ്ടത് ഡ്രെഞ്ചിങ്ങിന് 200 ലിറ്ററിൽ 500 ഗ്രാം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് SOP. അപ്പോൾ SOPയുടെ ഡോസേജ് 200 ലിറ്ററിൽ എന്ന് പറയുന്നത് 750 ഗ്രാമാണ് 200 ലിറ്റർ ഡോസ് വരുന്നത്. അപ്പോൾ നമ്മളിത് കൊടുക്കേണ്ടത് എപ്പോഴും ഒരു NPK വളം കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുക. ഓൾറെഡി NPKയിൽ പൊട്ടാഷ് വരുന്നുണ്ടെങ്കിലും ലൈറ്റായിട്ട് നമ്മൾ അഡീഷണൽ അപ്പായിട്ട് ഒരു പൊട്ടാഷ്യം കൂടെ കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ പൊട്ടാഷ്യം ഡെഫിഷ്യൻസി അധികം കൂടാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് പ്രധാനപ്പെട്ട ഒരു ഡെഫിഷ്യൻസിയാണ് തോട്ടങ്ങളിൽ കണ്ടുവരുന്ന ഡെഫിഷ്യൻസിയാണ് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അതായത് നമ്മുടെ ഇലകളിലെ ഞരമ്പുകൾ നല്ലപോലെ തന്നെ, അതായത് അതിൻ്റെ ലീഫ് വെയിൻസ് നല്ലപോലെ തന്നെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ലീഫിൻ്റെ അടിവശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് പച്ച കളർ കൂടി കുറഞ്ഞു വരുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. മിക്കവാറും തോട്ടങ്ങളിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസി കുറച്ച് സിവിയർ ആയിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട്. മഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആകുമ്പോഴത്തേക്ക് ചെടികളുടെ മൊത്തത്തിലുള്ള വളർച്ചയെ ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ചെടികൾ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് അതിന് വേണ്ട ഭക്ഷണം അത് തയ്യാറാക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്നൊരു പ്രക്രിയ വഴിയാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് നമ്മുടെ സൂര്യപ്രകാശം വന്ന് ചെടി അത് ശേഖരിക്കുന്നു, അതുവഴിയാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശേഖരിക്കുന്നത് നമ്മുടെ ക്ലോറോഫിൽ എന്ന് പറയുന്ന കണ്ടൻറ്റാണ്. ക്ലോറോഫിൽ ഇലകളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രകാശത്തെ നമ്മുടെ ക്ലോറോഫിലാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോറോഫിലിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. അപ്പോൾ മഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ക്ലോറോഫില്ലിൻ്റെ അളവ് നമ്മുടെ ഇലകളിൽ കുറയുന്നു. അതുവഴി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസിൻ്റെ ആ ഒരു മെക്കാനിസം പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നു. അപ്പം അതുവഴി നമ്മുടെ ചെടികളുടെ മൊത്തത്തിലുള്ള വളർച്ചനെ, അതായത് പുതിയ ചിമ്പുകളാണെങ്കിലും പുതിയ ശരങ്ങളാണെങ്കിലും കായലേക്കുള്ള സിറ്റിങ്സിനെ പോലും ബാധിക്കാൻ
ഏറ്റവും കൂടുതലുള്ളൊരു കാര്യമാണ് നമ്മുടെ മഗ്നീഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തോട്ടങ്ങളിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു റെമഡി സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇത് 2 ഫോമിൽ കൊടുക്കാവുന്നതാണ്. ഒന്ന് നൈട്രേറ്റ് ഫോമുണ്ട്, ഒന്ന് സൾഫേറ്റ് ഫോമും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമല്ല ശ്രദ്ധിക്കുക, തോട്ടത്തിൽ അഴുകലിൻ്റെ സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മഗ്നീഷ്യം നൈട്രേറ്റ് ഫോമിൽ കൊടുക്കാവുന്നതാണ്. മാക്സ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ മഗ്നീഷ്യം നൈട്രേറ്റ് മാക്സ അതൊരു 250 ഗ്രാം, അല്ലെങ്കിൽ നമ്മുടെ PR-ൻ്റെ ഉണ്ട് മഗ്നീസാൽ എന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ മഗ്നീഷ്യം നൈട്രേറ്റ് അതൊരു 250 ഗ്രാം എന്നുള്ള കണക്കിൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ചെടി ഫുള്ളായിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രിഞ്ചിങ് രൂപത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രിഞ്ചിങ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ NPK വളം നമ്മൾ കൊടുക്കുന്നതിൽ കൂടെ തന്നെ നമ്മുടെ ഒരു മഗ്നീഷ്യം നൈട്രേറ്റും കൂടെ ഡ്രിഞ്ച് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഡോസേജ് 250 ഗ്രാം, അല്ലെങ്കിൽ നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് ഫോം അതൊരു 500 ഗ്രാം എന്നുള്ള കണക്കിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഡ്രിഞ്ചിങ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ മഗ്നീഷ്യം ഡെഫിഷ്യൻസിനെ നമുക്ക് അത്യാവശ്യം ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് കാര്യങ്ങളാണെങ്കിലും ഒരിക്കലും ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് മാറണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു NPK ഡ്രിഞ്ചിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡെഫിഷ്യൻസി ഉള്ള ന്യൂട്രിയൻസിന് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ സ്പ്രേയിങ് ഫിറ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ വളരെ രൂക്ഷമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡെഫിഷ്യൻസീസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ തോട്ടങ്ങളിലും തന്നെ കണ്ടുവരുന്ന പ്രധാന പ്രശ്നമാണ് നമ്മുടെ കാൽഷ്യം ഡെഫിഷ്യൻസി. അതായത് കഴിഞ്ഞ മഴ സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് തോട്ടങ്ങളിൽ വളരെ രൂക്ഷമായിട്ട് തന്നെ കാൽഷ്യത്തിന് ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അതായത് മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കാൽഷ്യം പോലെയുള്ള അയൺസ് ലീച്ച് ഔട്ടായി പോയിട്ട് പിന്നീട് നമ്മുടെ അലുമിനിയം അല്ലെങ്കിൽ അയൺ പോലെയുള്ള കണ്ടൻസ് വളരെയധികം കൂടുകയും ചെയ്തു. അതുപോലെ അങ്ങനെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ അമ്ലത, അതായത് അസിഡിറ്റി നല്ലപോലെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പ്രോപ്പറാക്കി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എപ്പോഴും കാൽഷ്യം നമ്മുടെ മണ്ണിൽ ഡെഫിഷ്യൻസി നിൽക്കുക തന്നെ വേണം. അപ്പോൾ അതിന് ഡെഫിഷ്യൻസിയുടെ സിംറ്റം കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇലകളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇലകളുടെ ഞരമ്പുകൾ നല്ലപോലെ തന്നെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതായത് കുറച്ച് ഹാർഡായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഇലകളുടെ ആ ഒരു സർഫേസ് കുറച്ച് നല്ല ഹാർഡായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർനോഡൽ ലെങ്ത് കുറയാമെന്ന് പറയും. അതായത് നമ്മുടെ ഇലകൾ തമ്മിലുള്ള അകലം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പുതിയ ഇലകൾ വരുമ്പോഴത്തേക്ക് തമ്മിലുള്ള അകലം കുറഞ്ഞു വന്ന് പിന്നീട് ഇലകളുടെ ആ ഒരു വീതി തന്നെ കുറഞ്ഞു വരുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും കർഷകർക്ക് ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ്, അത് നെമറ്റോഡ് അതായത് നിമാവിര കാരണമാണോ അങ്ങനെ വരുന്നതെന്ന്. നിമാവിരയുടെ സിംറ്റമും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഫീൽഡ് ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കാൽഷ്യം ഇൻഡ്യൂസ്ഡ് ബോറോൺ, അതായത് ഇൻ്റർനോഡൽ ലെങ്ത് കുറഞ്ഞു വന്ന് അതിനുശേഷം ഇലയുടെ വീതി കുറഞ്ഞു വരുന്നതിന് പറയുന്നത് കാൽഷ്യം ഇൻഡ്യൂസ്ഡ് ബോറോൺ ഡെഫിഷ്യൻസി എന്നാണ്. അതായത് കാൽഷ്യവും ബോറോണും, അത് കാൽഷ്യം ഒരു ഇമ്മൊബൈൽ ന്യൂട്രിയൻ്റ് ആണ്, അതിനെ ട്രാവൽ ചെയ്യിപ്പിക്കുന്നത്, അതായത് ചെടികളിലൂടെ കൊണ്ടുപോകുന്നത് നമ്മുടെ ബോറോണാണ്. അപ്പം ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരും, അങ്ങനെയാണ് ഇൻ്റർനോഡൽ ലെങ്ത് കുറയുന്നത്. അപ്പോൾ കാൽഷ്യം ഇൻഡ്യൂസ്ഡ് ബോറോൺ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ തോട്ടം നോക്കിയിട്ട് വേണം നമ്മളത് ഉറപ്പാക്കാനായിട്ട്, ഇത് നിമറ്റോഡ് അതായത് നിമാവരയാണോ അല്ലെങ്കിൽ കാൽഷ്യം ഇൻഡ്യൂസ്ഡ് ബോറോൺ ഡെഫിഷ്യൻസി ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാൽഷ്യം ഡെഫിഷ്യൻസിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യം നൈട്രേറ്റ് തന്നെയാണ്. പക്ഷേ അപ്പോൾ പ്രശ്നം വരുന്നത് നമുക്ക് അഴുകലുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു മഴയുള്ള സമയമാണ്, ആ ടൈമിൽ നമുക്ക് CN കൊടുക്കുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് ഒഴിവാക്കി നമ്മുടെ ചിലയായിട്ട് കാൽഷ്യം നമുക്ക് തീർച്ചയായിട്ടും സ്പ്രേയിങ് രൂപത്തിലും കൊടുക്കാവുന്നതാണ്, ഡ്രിഞ്ചിങ് രൂപത്തിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്പ്രേയിങ്ങിൽ കൊടുക്കേണ്ട ഡോസ് എന്ന് പറയുന്നത് 150 ഗ്രാമാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രിഞ്ചിങ് കൊടുക്കുമ്പോഴത്തേക്ക് 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബോറോൺ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ബോറോൺ 20% വരുന്ന കണ്ടൻറ്റ് നമുക്ക് ഒരു 100 ഗ്രാം എന്നുള്ള കണക്കിൽ മിക്സ് ചെയ്ത് നല്ലപോലെ സ്പ്രേയിങ്ങിൽ കൊടുക്കാം. അതേസമയം ഡ്രിഞ്ചിങ്ങിലാണെങ്കിൽ ബോറോൺ 20% 50 ഗ്രാം എന്നുള്ള കണക്കിൽ മിക്സ് ചെയ്ത് നമുക്ക് ഡ്രിഞ്ചിങ് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം പ്ലസ് ഫോസ്ഫറസ്, ഈ കാൽഷ്യം ഫോസ്ഫറസ് ഡെഫിഷ്യൻസി നല്ലപോലെ തോട്ടങ്ങളിലുണ്ടെങ്കിൽ, പുതിയ ചിമ്പുകൾക്ക് കരുത്ത് തീരെ കുറവാണെങ്കിൽ, അപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ ഒരു വലിയ ഉപയോഗമാണ് നമ്മുടെ തട്ടകളുടെ നാരുകെട്ടി നല്ലപോലെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അതായത് നല്ല കരുത്തുള്ള ചിമ്പുകൾ അല്ലെങ്കിൽ കരുത്തുള്ള തട്ടകളുടെ കരുത്ത് കുറയുന്നതും ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കാണ്. അല്ലെങ്കിൽ തട്ടകൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഇല്ല. അങ്ങനെ നമ്മുടെ കീടങ്ങൾ നല്ലപോലെ തന്നെ ചെടികളെ അറ്റാക്ക് ചെയ്യും. മാത്രമല്ല ഫംഗൽ ഇൻഫെക്ഷൻസും നല്ലപോലെ കൂടാനുള്ളൊരു കാരണമാണ്. തട്ടയ്ക്ക് ആ ഒരു സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും കാൽഷ്യം നമുക്ക് വളരെ ആവശ്യമുള്ളൊരു മൂലകമാണ്. അപ്പോൾ കാൽഷ്യം ഫോസ്ഫറസും രണ്ടും ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കണ്ടൻ്റ് ഉണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, ചെറിയ അധികം അടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കണ്ടൻ്റാണ് കോംബോ എക്സ്പേർട്ടിൻ്റെ ഹക്കാഫോസ് കാൽസിഡിക് P എന്ന് പറയുന്ന കണ്ടന്റ്. അതായത് സാധാരണയായിട്ട് നമുക്ക് CN-ഉം, അതായത് നമ്മുടെ കാൽഷ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ കാൽഷ്യവും ഫോസ്ഫറസും ഒരുമിച്ച് പോകില്ല, അല്ലെങ്കിൽ കാൽഷ്യം ഫോസ്ഫറസ് കോമ്പാക്റ്റബിൾ അല്ല.
പക്ഷെ നമ്മുടെ ടെക്നോളജി നല്ലപോലെ വളർന്നതുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് നമ്മുടെ കാൽഷ്യം ഫോസ്ഫറസും കൂടെ ഒറ്റ കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹക്കാഫോസ് കാൽസിഡിക് പി എന്ന് പറയുന്നത്. കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് റിസൾട്ട് കാണിച്ച ഒരു, ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ CNAക്കാട്ടിലും കൂടുതൽ റിസൾട്ട് കാണിച്ച പ്രൊഡക്റ്റാണ് നമ്മുടെ ഹക്കാഫോസ് കാൽസിഡിക് പി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫോസ്ഫറസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജനും ഉണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാ കണ്ടന്റും അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഡ്രിഞ്ചിങ് കൊടുക്കുമ്പോഴത്തേക്ക് 1 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കണക്കിൽ നമുക്ക് ഡ്രിഞ്ചിങ് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ തന്നെ പുതിയ ചിമ്പുകളുടെ അടിവണ്ണം നല്ലപോലെ ഇൻക്രീസ് ചെയ്യാനും നല്ല കരുത്തുള്ള തട്ട ഇനിഷ്യേറ്റ് ആവാനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കണ്ടൻറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ചെടികളിലുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇത് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തോട്ടങ്ങളിലെ സെറ്റിങ്സ് നല്ല മടുപ്പിലാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഇലകൾ നല്ലപോലെയൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഇലകളിൽ എന്തൊക്കെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കുക, അധികം ട്രം കോസ്റ്റിലോ അല്ലെങ്കിൽ അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റിയുള്ള 2 അല്ലെങ്കിൽ 3 പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമ്മുടെ ചെടികളിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്വാളിറ്റിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ കോഷ്യസ് ആയിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ സംശയങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫീൽഡ് കൺസൾട്ടിങ് വേണ്ടവർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.